ഹായ്, എൻ്റെ പേര് ഷമീം. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബോറട്ടറിയുടെ സോഫ്റ്റ്വെയർ ഒക്കെ ലാബുകൾക്ക് നൽകുന്ന ഒരു ബിസിനസ്സാണ്. അത് തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി. ഇതിന് മുമ്പ് പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് കമ്പ്യൂട്ടർ സെയിൽസിൻ്റെ ഒരു ബിസിനസ്സായിരുന്നു, എടപ്പാൾ തന്നെ. അത് 2000-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു, പല അബദ്ധങ്ങളും ചെയ്തു, ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ ഒരു 6-7 വർഷത്തോളം ജോലി ചെയ്തു. അതിനിടയ്ക്ക് തന്നെ 1-2 ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്തു. അതും ഇതുപോലെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അത് കുഴപ്പമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത്, നാട്ടിൽ തിരിച്ചു വന്നു, ഒരു ലബോറട്ടറി തുടങ്ങി. അങ്ങനെ അതും അതുപോലെ തന്നെ നഷ്ടം ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ലബോറട്ടറിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ലാബുകൾക്കുള്ള സോഫ്റ്റ്വെയർ, പണ്ട് പഠിച്ച സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് സ്കില്ലും പിന്നെ 1-2 പേരുടെ ഹെൽപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ലാബിലെ സോഫ്റ്റ്വെയർ ചെയ്തു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ സോഫ്റ്റ്വെയർ സെയിൽ നടത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറേ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 ഇയർ ആയി. പ്രോബ്ലംസ് ഓരോന്ന് കണ്ടുപിടിക്കും, പലതും സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി, ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരു മൈക്ക് വാങ്ങി. പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഓഫീസ് റൂമിൽ നിന്നാണ്. അതായത് ഇതാണിപ്പോൾ ഒരു ജസ്റ്റ് എൻ്റെ വീട്ടിലെ മുകളിലെ നിലയിലുള്ള ഒരു ഓഫീസാണ്. ഇതാണ് കുറേയൊക്കെ കച്ചറുണ്ട്, അതൊക്കെ നമുക്ക് പതിയെ മാറ്റാൻ പറ്റും. ഓക്കെ, ഞാനെല്ലാം ഒന്ന് കാണിച്ചു തരണം നോക്കാം. ഇതിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് എക്സസൈസ് ചെയ്യും, അതുപോലെ കുറച്ച് ബുക്ക് വായിക്കും. അതും സ്ഥിരമായിട്ടൊന്നുമല്ല, ചില ദിവസം എക്സസൈസ് ചെയ്യും, പിന്നെ മടി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വന്നിട്ട് നീണ്ടുപോകും. അപ്പോൾ ഞാൻ കരുതി ഞാനൊന്ന് സ്ട്രക്ചറായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അത് പഠിക്കുന്നതിൻ്റെ കൂടെ മറ്റുള്ള ആളുകൾക്കും കൂടി, എൻ്റെ പോലെ പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഏകദേശം എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 48 ആയി. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ്, ഇനി എത്ര കാലം നമുക്ക് സക്സസ്ഫുള്ളായി പോകാൻ പറ്റും എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് ലൈഫിലൊന്നും കൂടിയും ബെറ്റർ, അതായത് ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് നന്നായിട്ട് ചെയ്യുക, വീഡിയോ കറക്റ്റായിട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങൾ, പ്രസൻറ്റേഷൻ സ്കിൽസ്, മറ്റ് ബിസിനസ്സിൽ വരാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടി ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആ ചാനലിൻ്റെ പേര് ഞാനിട്ടത് ഗ്രോ വിത്ത് ഷമീം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമുക്കൊന്നിച്ച് എൻ്റെ കൂടെ നിങ്ങളും വളരുക എന്നുള്ള പ്ലാനിൽ. അത് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ പറ്റുമെങ്കിൽ ലിങ്ക്ഡിലും അതിലുള്ള കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മേജറായിട്ട് ഉപയോഗിക്കുന്നത് ChatGPT, ജെമിനി പോലത്തെ ടൂൾസ്. നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ, നമ്മൾ എന്താണോ പഠിക്കേണ്ടത്, അതെങ്ങനെ പഠിക്കണം എന്നത് നമ്മുടെ ഒരു മെൻറ്ററായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കുന്നു. ആ മെൻറ്ററുടെ അടുത്ത് ഞാൻ എന്തൊക്കെ ചോദിക്കുന്നോ അത് നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ കുറേ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒന്നിച്ച് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ്, ഫോണിലെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായതുകൊണ്ട് ഈ ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇനി നമ്മളെ ഓരോ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നിച്ച് നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് മോശമാവാം, സൗണ്ട് പ്രശ്നം ഉണ്ടാവാം, റെക്കോർഡിങ് പ്രശ്നം ഉണ്ടാവാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ജേണിയിൽ എൻ്റെ പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ, അതായത് സമയമില്ല, പറയാനൊരു മടി കാര്യങ്ങൾ, അതുപോലെ വെട്ടിത്തുറന്ന് യെസ് ഓർ നോ പറയാൻ പറ്റാത്ത, അതുപോലെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, കാൽക്കുലേഷൻസ്, കണക്ക് വെക്കുന്ന കാര്യങ്ങളിൽ, മറ്റുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെയും കൂടി പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ ആർക്കൊക്കെയാണോ ഇതിൽ ഇൻട്രസ്റ്റഡ്, ഇനി ആർക്കെങ്കിലും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാം, ഈ ഒരു ഗ്രൂപ്പിന് ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും റിസർച്ച് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് അതിന് വേണ്ട ആളുകളുടെ ഹെൽപ്പ് വാങ്ങി നമ്മൾ ഇന്നൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നേറാം. താങ്ക് യു വെരി മച്ച്.